ഹായ് ഗായ്സ്, ഇപ്പം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ രാത്രിയാണ് നമ്മൾ വരുന്നത്. വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ മനാഫ് തന്നെയാണ്. ശിരൂർ കേസ്. മനാഫിനെ പറ്റിയിട്ട് നമ്മളെ ആദ്യത്തെ പബ്ലിക് ഏജൻറ്റ് വീഡിയോ മനാഫായിരുന്നു. മനാഫിനെ പറ്റി നമ്മൾ നല്ല ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ മൂന്നാം നാൾ ഇപ്പോൾ മനാഫിൻ്റെ അർജുൻ്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഇന്നത്തെ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ മനാഫ് എന്താണ് അർജുൻ്റെ പേരിൽ പൈസ പിരിച്ചെന്നോ, സഹതാപം വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നോ, ഇവർ അർജുൻ്റെ ഫാമിലി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അതേപോലെ അർജുൻ്റെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി സഹതാപം വിറ്റിട്ട് അതിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് പറഞ്ഞത്. അർജുൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അർജുൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അർജുൻ്റെ അളിയന്, പിന്നെ വേറെ ആരോ ഉണ്ടായിരുന്നു, അറിയില്ല. അപ്പോൾ നമുക്ക് ആരോപണങ്ങളൊന്ന് കാണാം. ഇപ്പം മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തിലാണ്. അത് ഓരോന്നും വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തിലാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ്. അതിന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആടായി വെച്ചാല് കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം, നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റു ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും, അപ്പൊ നിങ്ങൾ കൂടെ സപ്പോർട്ട്. അപ്പൊ അതിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് പല ആൾക്കാരും അർജുന്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു. ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ്. ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവര് മുഖ്യമന്ത്രിയെ ഇപ്പം മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തിലാണ്. അത് ഓരോന്നും വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തിലാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ്. അതിന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആടായി വെച്ചാല് കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം, നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റു ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും, അപ്പൊ നിങ്ങൾ കൂടെ സപ്പോർട്ട്. അപ്പൊ അതിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് പല ആൾക്കാരും അർജുന്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു. ആ ഗ്രൂപ്പിൽ നടന്ന സംഭവം. ഇതെന്താ വിഷയം എന്നറിയോ? ഇപ്പൊ ഇത് സംസാരിക്കുന്നത് അർജുൻ്റെ അളിയനാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇവര് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ആഡായി. അതിൽ ലോറിക്കാരെല്ലാവരും കൂടിയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ ഇതിൽ അതേപോലെ ലോറിക്കാർക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒത്തുകൂടണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്താണ് അർജുന് വേണ്ടി പൈസ പിരിച്ചു എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. അർജുൻ്റെ അളിയാണെന്ന് തോന്നുന്നു ആരോപിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് മുഖ്യമന്ത്രിനെ കാണാൻ പോയി ഇവരെല്ലാവരും കൂടി, നാട്ടിലെ പ്രാദേശിക നേതാക്കളൊന്നും അറിയിക്കാതെ പോയി. അപ്പോൾ നേതാക്കളൊക്കെ നാട്ടിലുള്ളവരൊക്കെ വിചാരിച്ചു അർജുൻ്റെ കുടുംബമൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളൊന്നും വിളിക്കാതെ പോയി. അപ്പോൾ മൂപ്പര് പറഞ്ഞത്, എന്തിനാണ് എപ്പോഴും മുഖ്യമന്ത്രിനെ കാണാൻ പോകണം, മുഖ്യമന്ത്രി എന്തിനാണ് ബുദ്ധിമുട്ടിക്കണത്, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വന്നിട്ടും പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിക്കുന്നത്. എനിക്കിതിൽ പറയാനുള്ളത്, പിന്നെ മുഖ്യമന്ത്രിനെ ബുദ്ധിമുട്ടിക്കണ്ടേ? ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു നാടിന്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ എന്താണ് ഇടപെടേണ്ടി വരും. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ അർജുൻ്റെ ബോഡി അന്ന് ഒരു വട്ടം ഒഴുക്ക് ആയതുകൊണ്ട് നിർത്തി വെച്ച്, പിന്നെ തിരയണ്ടേ, ബോഡി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടല്ല പോണേ, അല്ല അപ്പൊ നേട്ടത്തിന് വേണ്ടിയിട്ടല്ലോ. പിന്നെ പൈസ പിരിച്ചെന്നുള്ളതൊക്കെ അത് ഇനി തെളിയേണ്ട കാര്യങ്ങളാണ്. ഈ ലോറി കിട്ടുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച വെച്ച് ആക്ഷൻ കമ്മിറ്റി ആയിട്ട് അളിയന്റെ കച്ചറയാണ്. കാരണം അവരെ ഇടപെടൽ കാരണം അവർ ട്രെഡ്ജർ അവിടെ നിന്ന് പോകും. അങ്ങനെ സന്ദർഭം വരാതെക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലുള്ള ആൾക്കാർ അറിയാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ട്രെഡ്ജർ എത്തിക്കാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഇവിടെ പോയി ആൾക്കാരുടെ മനസ്സിൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കി ഞങ്ങളെ വിറ്റിരിക്കും. ഞങ്ങൾ ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇത് നിർത്തുന്നില്ല, ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ കുറെ ആൾക്കാരോട് ചോദിച്ച് ഇതിനെന്താ ഒരു പരിഹാരം. അപ്പൊ അവർ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു മീഡിയ വഴി
പുറത്തു വിട്ടാൽ അല്ല മീഡിയ ഞങ്ങൾക്ക് ഇതിൽ വിവാദത്തിന്റെ അല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭാരം ഒഴിച്ചു വെക്കുക, ഞങ്ങളെ കാര്യം അറിയിക്കുക. ഇനി ഇതിന് മുകളിൽ കമന്റ് ഇടണ്ടവരോ വിമർശിക്കേണ്ടവരോ എല്ലാവരും വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതില് പറഞ്ഞത് ഇപ്പോ എന്താണ് അവസാനം പിന്നെ ഡർജർ എന്താണ് ഇവിടുന്ന് കയറ്റിക്കൊണ്ടല്ലോ നമ്മളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അർജുന്റെ അനിയനാണെന്ന് തോന്നുന്നു പറയണത്. എന്താണ് ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, മനാഫ് അതിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല. പിന്നെ അവിടെ പോയപ്പോ കർണാടകയിൽ പോയപ്പോ എന്തൊക്കെ ഇതിനെ ചൊല്ലി കച്ചറൊക്കെ ഉണ്ടായി, ഡർജർ കൊടുന്നതൊക്കെ സംബന്ധിച്ചിട്ടാണെന്നാ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഈ ബോഡി കിട്ടിയതിനു ശേഷം ഞാനിത് എത്തിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ടു എന്നൊക്കെ മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു. മൂപ്പർക്ക് യാതൊരു പങ്കും ഇല്ല ഇതില് എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പൊ ശരിക്കും വരെ പ്രശ്നം എന്താണ്, അതിന്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, ക്രെഡിറ്റ് ഞങ്ങളാണ് കൊടുക്കുന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ പിന്നെ എന്താണ് ഇവരെ വിറ്റ് മൂപ്പര് ജീവിക്കുന്നു എന്ന് പറഞ്ഞാണോ? എല്ലായിടത്തും വിളിച്ച് പറയുന്നു അർജുൻ. മൂപ്പര് എവിടെ വിളിച്ച് പറഞ്ഞത്? മൂപ്പര് മാധ്യമങ്ങളല്ലേ, ഇപ്പൊ നമ്മളെ ദൃശ്യമാധ്യമങ്ങളല്ലേ, ഒരു മൈക്കും 4-5 മൈക്കിട്ട് മൂപ്പരെ മുന്നേ പോയിട്ട് സംസാരിപ്പിക്കണം. മൂപ്പര് എവിടെയും വിളിച്ച് പറയുന്നുണ്ടോ? അതിൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ കൂടി കാണാം. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നോക്കും, കല്ലെറിഞ്ഞു കൊന്നാണ് എന്റെ വലിയ വൈകാരികമായി ഉപയോഗിച്ച് PR വർക്ക് നടത്തുകയായിരുന്നാണ് ഇപ്പൊ കുടുംബം വലിയൊരു ആരോപണം. ഞാൻ എന്ത് PR വർക്ക്? അങ്ങനെയാണ്, നിങ്ങളാണ് എന്റെ PR വർക്കിന്റെ ആൾക്കാർ. ഞാൻ ചെയ്യാനാ? എന്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു കാര്യം ചെയ്ത്, ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അതിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത്, സംസാരിക്കുന്നത്. വേറെ PR വർക്കായിട്ട് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഈ അർജുനെ ഉപയോഗപ്പെടുത്തി അതിൽ വ്യൂവേഴ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. അർജുന്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു. ഞാൻ രാവിലെ ശിരൂരിൽ ഞാൻ അർജുന്റെ ആ സമയത്ത് എന്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇവിടെ മനോജ് ഭായിന്റെ ഇന്നത്തെ അതിനുള്ള മറുപടിയാണ്. മൂപ്പരത് പറഞ്ഞെന്ന് വെച്ചാല് ഈ ആരോപണങ്ങൾ ആർക്കാണെങ്കിലും ആരെ പറ്റി ഉന്നയിക്കുക, അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനാഞ്ചിറ മൈതാനത്ത ഇവിടെ വന്നിരുന്നിട്ട് എന്നെ കല്ലെറിഞ്ഞിടുന്ന വളരെ വൈകാരികമായിട്ടാണ് ആള് പ്രതികരിക്കണത്. മൂപ്പര അത്രക്കും ഉറപ്പ് പറയുന്നുണ്ട്. അപ്പൊ ഇനി അർജുന്റെ ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് അതിനെന്തെങ്കിലും ഇപ്പൊ ക്യാഷ് വാങ്ങിയതായിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തെളിവ് വരട്ടെ. തെളിവില്ലാതെ ഒരാളെങ്ങനെ ഘോഷിക്കരുത്. പിന്നെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് എന്താണ് PR വർക്ക് ചെയ്തു എന്ന്. അപ്പൊ അയാൾ അതിന് വ്യക്തമായ മറുപടി പറയുന്നത്, അയാൾ ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഞാൻ എന്ത് PR വർക്ക് ചെയ്യാനാണ്? അങ്ങനെയാണെങ്കിൽ എന്റെ PR നിങ്ങളാണ്, അതായത് മാധ്യമങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളാണ് മൈക്കിങ് ക്യാമറ ആയിട്ട് വരുന്നത്. അന്ന് 72 ദിവസം മൂപ്പർ ചുറ്റിപ്പറ്റിണ്ടായിരുന്നത്. ആ മൂപ്പർ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് മാധ്യമങ്ങൾ മുഖേനല്ല. ഇപ്പൊ ഞങ്ങളും മനാഫിന് അറിയണത് അല്ല. അപ്പൊ അയാള് വേറെ എന്താണ് ഇപ്പൊ നോട്ടീസും ഇതും അടിച്ചിറക്കുന്ന. അപ്പൊ ആ ആരോപണത്തിലും കഴമ്പില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അയാള് പറഞ്ഞത് എന്താണ്, അവിടുത്തെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അറിയിക്കാനാണ്, അവിടുത്തെ വിഷ്വൽസും നാട്ടുകാരെ അറിയിക്കാനാണെന്ന് പറഞ്ഞത്. അപ്പോ അത് തന്നെയല്ല മാധ്യമങ്ങളും ചെയ്തത്. ഇപ്പൊ 24 ആയാലും റിപ്പോർട്ടർ ആയാലും മനോരമ ആയാലും മീഡിയ 1 ആയാലും, ഞാൻ എല്ലാവരും എടുത്തു വരുന്നില്ല, എല്ലാവരും ചെയ്യണത് തന്നെയല്ലേ. ഇപ്പോൾ അവിടുത്തെ വിഷ്വൽസ് ജനങ്ങളെ എത്തിച്ച്. അപ്പൊ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മനാഫ് ചെയ്ത് തുടങ്ങി ഇങ്ങനെ കാണിച്ച് കുറ്റമാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ചെയ്തതും കുറ്റമാണ്. അപ്പൊ അതിലും കഴമ്പില്ല. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയും കൂടി കാണാം. അർജുന്റെ കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിൽ എത്തിക്കാമെന്ന പേരിലോ താങ്കൾ ആരുടെയിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണം ഓഫർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഒരു ഉറുപ്പ്യ ഞാൻ ആരെടുത്തും വാങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, ഈശ്വർ മാൽപ്പെ മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ ഇതായി സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു, സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചു,
സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പൊ ഈശ്വർ മാൽപെ, മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസാണ് കേസെടുത്തത്. ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേ എനിക്ക്. എന്നാ പിന്നെ സുഖമായിന് പോരേനല്ലോ. ഇതിപ്പോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, അർജുന്റെ പേരിലോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബക്കാരുടെ പേരിലോ നിങ്ങൾ എന്തെങ്കിലും പൈസ ക്യാഷ് എന്തെങ്കിലും പിരിച്ചിട്ടുണ്ടോ? ഒരു 5 പൈസ പിരിച്ചിട്ടില്ല എന്നാണ് മനാഫ് ഇതിൽ പറഞ്ഞത്. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്ന് കൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് അതന്നെ പറയാം, തെളിയിക്കട്ടെ അല്ലേ. ഇപ്പോൾ നിങ്ങളെ പേരിലോ എൻ്റെ പേരിലോ ഇങ്ങനെ വിമർശനം വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറയാം, തെളിവ് വരണം അല്ലേ. തെളിവില്ലാതെ ഒരാളെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഈശ്വർ മാൽപെ മൂപ്പരും അതേമാതിരി മനാഫിനെതിരെ കേസ് എടുത്തിരുന്നു അത്രേ. മനാഫിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈശ്വർ മാൽപെ നമുക്ക് അറിയാലോ, അയാളെ ഫാമിലി എങ്ങനെയാണെന്ന് അറിയാലോ. അയാളെ കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയുക ഹാൻഡിക്യാപ്ഡ്സോ അങ്ങനെ എന്തൊക്കെ അസുഖങ്ങൾ എന്തോ ഉണ്ട്, കറക്റ്റ് അറിയില്ല. അങ്ങനെയുള്ളൊരു ഫാമിലിയാണ്, അത്യാവശ്യം ഒരു ഫാമിലിയാണ് ആള്. അയാള് ഒരു എന്താ പറയുക ക്യാഷിനല്ല, അയാളൊരു സേവനാണ്. അതിനു വേണ്ടി അത്രയും വലിയ ഒഴുക്കളെയും നമ്മുടെ ഫോഴ്സ് വരെ ഇറങ്ങാൻ മടിച്ചു കൊടുത്ത് അയാൾ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് എത്രയോ മീറ്റർ അയാൾ ഒഴുക്കിൽ പെട്ടുപോയി. അയാള് സ്വന്തം ജീവൻ പറയാൻ വെച്ചതാണ്, ഒഴുക്കിൽ പെട്ടുപോയി. ഇതും ഇനി വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് ഫേമസ് ആവാനെന്ന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പറയരുത്. നമ്മൾ നേരിട്ട് കണ്ടാണ് അയാൾ ഒഴുക്കപ്പെട്ട് അയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അയാൾക്ക് മനാഫിന് ഗൂഢാലോചന, വഴിതിരിച്ചുവിടൽ, വ്യാജ വാർത്ത കൊടുക്കൽ. എന്താല്ലേ പിന്നെ ഇതിൽ വ്യക്തമായിട്ട് മനാഫ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അർജുനെ പുറത്ത് എടുത്ത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇതൊക്കെ വരുന്നത്? എന്താണ് ഞങ്ങൾക്കെതിരെ കേസ് എടുക്കലും ഇങ്ങനെ കുറ്റങ്ങൾ ചാർത്തലും ഒക്കെ. ഇതിന് മുന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേ. അപ്പോഴേക്കും പോരായിരുന്ന കുറച്ച് മുന്നായിരുന്നെങ്കിൽ അവർ 22 ദിവസം നിൽക്കണല്ലോ, അതിന് മുന്നേ തന്നെ പോരായിരുന്നു. ഏതായാലും എനിക്ക് ഇപ്പൊ ഇതിന്ന് മനസ്സിലായത് അർജുൻ്റെ ഫാമിലിക്ക് എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് നമുക്ക് ആ മനാഫിനൊന്ന് ഇട്ട് സംസാരിച്ചിട്ട് ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ട് എന്നിട്ടും അവർക്ക് എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതേമാതിരി പത്രസമ്മേളനം നടത്താമെന്നല്ലാതെ ഇതൊരു കയമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നാളെ ചിലപ്പോൾ തെറ്റായിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു കണ്ടീഷനിൽ എൻ്റെ മൈൻഡിൽ ഓടുന്നത് എന്താണ്, ഈ മനാഫിന് കിട്ടുന്ന കൂടുതൽ പബ്ലിസിറ്റി അത് ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ? അതുപോലെ അർജുന് വേണ്ടിയിട്ട് ഇയാൾ പൈസ വിരിക്കുന്ന ആരെയും തെറ്റിദ്ധരിപ്പിച്ചോ? ഇല്ല എന്നാണ് മനാഫ് പറയണത്. അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് വരട്ടെ, അപ്പം നമുക്ക് അതിനെതിരെ സംസാരിക്കാം. ഇപ്പം നിലവിൽ തെളിവൊന്നും വരാതെ സ്ഥിതിക്ക് ഞാൻ പേഴ്സണലി മനാഫിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്.